എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജനുവരി മാസം 14 തിയേറ്ററുകളിലേക്ക് റിലീസായ ജയറാമിൻ്റെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ അബ്രഹാം ഓസ്ലർ. ചിത്രത്തിൻ്റെ 10ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും 9 ദിവസത്തെ ചിത്രത്തിൻ്റെ കേരളത്തിലെ ഒഫീഷ്യൽ കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. മിഥുൻ മനൽ തോമസിൻ്റെ സംവിധാനത്തിൽ ജയറാം, അൻസ്രാജൻ, ജഗദീഷ്, അനൂപ് മേനോൻ, സെന്തിൽ, മമ്മൂക്ക തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കഴിഞ്ഞ ആഴ്ച ജനുവരി മാസം 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മലയാളത്തിലെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ അബ്രഹാം ഓസ്ലർ. ആദ്യ ദിവസം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രം 10 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ചിത്രത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് ചിത്രത്തിന് ഗംഭീരമായിട്ടുള്ള ട്രാക്കിംഗ് കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. 9 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 32 ലക്ഷം രൂപയാണ് ട്രാക്കിംഗ് കളക്ഷൻ നേടിയതെങ്കിൽ 10 ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 50 ലക്ഷത്തിലേക്ക് ട്രാക്കിംഗ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 10 ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടി രൂപ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 17 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇനി ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം ലോകമെമ്പാടുന്ന് 30 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ജയറാമിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.